ഇന്ന് വളരെയധികം ജനപ്രീതിയുള്ള ഒന്നാണ് പ്രോട്ടീൻ സപ്ലിമെന്റുകൾ. അതുകൊണ്ട് തന്നെ ICMR അടുത്തിടെ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഈ പ്രോട്ടീൻ സപ്ലിമെന്റുകളെ കുറിച്ച് വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. പ്രോട്ടീൻ സപ്ലിമെന്റുകൾ യഥാർത്ഥത്തിൽ നല്ലതാണോ? ഇവ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നോക്കാം. പ്രോട്ടീനെ കുറിച്ച് ധാരാളം തെറ്റായ വിവരങ്ങൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. വെജിറ്റേറിയന്മാർക്ക് സ്ഥിരമായി പ്രോട്ടീൻ ഡെഫിഷ്യൻസി സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ സ്ഥിരമായി കേൾക്കാറുള്ള കാര്യം. എന്നാൽ ഇത് ശരിയല്ല. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രോട്ടീനും ആ ഭക്ഷണക്രമത്തിൽ നിന്നും ലഭിക്കും. എല്ലാ ഭക്ഷണങ്ങളിലും അവശ്യ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന അളവിൽ അല്പം വ്യത്യാസമുണ്ട് എന്ന് മാത്രം. പ്രോട്ടീൻ കുറവ് പരിഹരിക്കുന്നതിനായി പ്രോട്ടീൻ സപ്ലിമെന്റുകളെ മാത്രം ആശ്രയിക്കുന്നത് ആരോഗ്യകരമല്ല. കാരണം ഇവ ശരിയായി ദഹിക്കുകയോ മറ്റു മാക്രോ ന്യൂട്രിയന്റുകൾക്കൊപ്പം ശരീരത്തിൽ ശരിയായി ഉപയോഗിക്കപ്പെടുകയോ ചെയ്യില്ല. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് എന്നിങ്ങനെ 3 തരത്തിലുള്ള മാക്രോ ന്യൂട്രിയന്റുകളിൽ നിന്നുള്ള പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ മറ്റു മാക്രോ ന്യൂട്രിയന്റുകൾ ഒഴിവാക്കി പ്രോട്ടീൻ മാത്രം കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ദോഷമായിരിക്കും ചെയ്യുക. അധികമായ അളവിൽ പ്രോട്ടീൻ ശരീരത്തിലെത്തിയാൽ ചില ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടും. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഈ ആസിഡിനെ നിർവീര്യമാക്കാൻ സാധിക്കും. എന്നാൽ പ്രോട്ടീൻ സപ്ലിമെന്റുകൾ കഴിക്കുന്നവർ പൊതുവെ ആവശ്യത്തിന് പഴങ്ങളും പച്ചക്കറികളും കഴിക്കാറില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ വരുമ്പോൾ ഈ ആസിഡുകൾ അസ്ഥികളിൽ നിന്ന് കൂടുതൽ അളവിൽ കാൽസ്യം വലിച്ചെടുക്കുകയും ഇത് ഓസ്റ്റിയോപോറോസിസിലേക്ക് നയിക്കുകയും ചെയ്യും. ദീർഘകാലം തുടർച്ചയായി പ്രോട്ടീൻ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് വൃക്കകളെയും അപകടത്തിലാക്കും. പ്രോട്ടീൻ എന്നല്ല മറ്റേത് സപ്ലിമെന്റുകളും ഒരു പ്രത്യേക ശാരീരിക അവസ്ഥ പരിഹരിക്കുന്നതിനായി ഒരു പ്രത്യേക കാലയളവിലേക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതാകട്ടെ നിർബന്ധമായും ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലുമാകണം. നിങ്ങൾ എനർജറ്റിക്കും ഹെൽത്തിയുമാണെങ്കിൽ എക്സ്ട്രാ സപ്ലിമെന്റുകളുടെ യാതൊരു ആവശ്യവുമില്ല. ആരോഗ്യകരമായ ഭക്ഷണത്തിൽ നിന്നും അവ സ്വാഭാവികമായി തന്നെ ലഭിക്കും.